കുഞ്ഞുങ്ങൾ വിരിയേണ്ട സമയം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ വിരിയുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആകപ്പാടെ പ്രയാസപ്പെട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നൊരു ചെറിയൊരു കരച്ചിലൊക്കെ കേട്ടാണ് കേട്ടോ നമ്മൾ എണീറ്റ് വന്നേ. ഇതേ ഒരു കുഞ്ഞ് വിരിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും വിരിയും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടച്ചെല്ലാം സുരക്ഷിതമാക്കി വെച്ചു. പക്ഷേ ഒരു 10 കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം പിന്നെ വിരിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇടിവെട്ടലും കരണ്ടും പോക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണെന്ന് അറിയത്തില്ല. ബാക്കി മുട്ടയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയും മാറ്റി രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നൊരു മുട്ട ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ ആ മുട്ടയ്ക്കകത്തൊരു കുഞ്ഞ് ചത്തിരിക്കുമായിരുന്നു. ഉണ്ട് നല്ല മുഴുത്തൊരു കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 50 മുട്ടയായിരുന്നു വിരിയിക്കാൻ വേണ്ടി വെച്ചത്. അതിൽ നിന്നും 12 കുഞ്ഞുങ്ങളെയാണ് കേട്ടോ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി മുട്ടയ്ക്കകത്ത് കുഞ്ഞുങ്ങളുണ്ടോ അതോ ചീമുട്ടയാണോ ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതിപ്പം എന്തായാലും ഇവരെ ഒന്ന് സുരക്ഷിതമാക്കി ഒരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ബാക്കി കുഴിച്ചിടാൻ. അല്ലെങ്കിൽ ഭയങ്കര ഇപ്പം തന്നെ ചെറിയ സ്മെല്ലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ചീമുട്ടയാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്മെല്ലുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയും വെളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി കുഴിച്ചിടണം. അപ്പോൾ അതിന് മുമ്പേ നമ്മളിവരെ ഒന്ന് സുരക്ഷിതമാക്കണം കേട്ടോ. അതുകൊണ്ട് ആ കുഞ്ഞ് ചത്ത് കിടക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് മനസ്സിലൊരു വിഷമമാണ് കേട്ടോ. എത്രയോ നാളും നമ്മൾ കാത്തിരുന്നിട്ട് ഇത് വിരിയുമെന്ന പ്രതീക്ഷയായിരുന്നു. ഇത്രയോ നാൾ നമ്മൾ ഇതിൽ കൂടുതൽ മുട്ട അടവെച്ച് വിരിച്ചിറക്കിയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ വലിയ ഇതിലോട്ടൊന്നും മാറ്റുന്നൊന്നുമില്ല. ഇതിനകത്ത് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാർഡ്ബോർഡിനകത്ത് നമ്മൾ ചെറിയൊരു കമ്പ് വെച്ചിട്ട് അതിനകത്ത് ഒരു ബൾബ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനടിയിലാണ് കേട്ടോ കുഞ്ഞുങ്ങളെ വെക്കുന്ന ചെറിയൊരു പത്ര പേപ്പറും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എന്തെങ്കിലും വൃത്തികേടൊക്കെ ആകുമ്പോൾ നമുക്ക് ആ പേപ്പർ മാറ്റി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. ലാസ്റ്റ് വിരിഞ്ഞൊരു കുഞ്ഞാണ് കേട്ടോ. ഒരു വെള്ള കുഞ്ഞായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ ഈ പ്രാവശ്യം കരിങ്കോഴീനെയാണ് നമ്മൾ അടവെച്ചത് കേട്ടോ. അപ്പം അങ്ങനെ 10 കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളെയും കിട്ടി. പിന്നെ സാധാ നോർമൽ കുഞ്ഞുങ്ങൾ 2 എണ്ണവും കിട്ടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ എല്ലാ പ്രാവശ്യം വിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഇച്ചിരി മധുരവെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അത് അവർക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഓക്കെ ആയിക്കോളും. ഇനിയിപ്പം നാളത്തേനൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇതേണ്ടേ നമ്മൾ മുട്ടയൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചീമുട്ട അല്ലെങ്കിൽ നമുക്കതും ഒരു നഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ച് നോക്കി കേട്ടോ. പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് ചീമുട്ടയായിരുന്നു. ഭയങ്കര മണമാണ് കേട്ടോ. അടുത്തൊന്നും നിൽക്കാൻ പറ്റുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചപ്പം വലിയ കുഴപ്പമില്ല. നമ്മൾ പൊട്ടിച്ച് സാധാരണ നോർമൽ രീതിയിൽ പൊട്ടിച്ചു. പക്ഷേ ഈ പ്രാവശ്യം നമുക്കൊരു അബദ്ധം പറ്റി. അത് പൊട്ടിച്ചതും ചെറുതായിട്ടൊന്ന് മുട്ടിയത് അതിങ്ങനെ പൊട്ടിത്തെറിച്ച് കേട്ടോ. പൊട്ടിത്തെറിച്ച് എൻ്റെ മേത്തെല്ലാം വീണിട്ട് എൻ്റെ ദൈവമേ അവിടെ നാറ്റം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാനിനിയിപ്പോൾ ആറ്റിലോട്ട് ഓടി പോകും കേട്ടോ കുളിക്കാൻ വേണ്ടി. വീട്ടിൽ കുളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.